തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പുരുഷ നഴ്സിന്റെ അസ്വാഭാവിക മരണത്തിൽ ദുരൂഹത. അത്യാഹിത വിഭാഗം ഹെഡ് നഴ്സായ ബിജുകുമാറിനെയാണ് കരുനാഗപ്പള്ളിയിലെ ലോഡ്ജിൽ മരിച്ച നിലയിൽ കഴിഞ്ഞ ദിവസം കണ്ടെത്തിയത്. മരണത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. തിരുവനന്തപുരം വിളവൂർക്കൽ ശങ്കർ നായർ റോഡിൽ സായി റാമിൽ താമസിക്കുന്ന 51 വയസ്സുള്ള ബിജുകുമാറിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയതിൽ ദുരൂഹതയേറുകയാണ്. 2 ദിവസം മുമ്പ് ബിജുകുമാറിനെ കാണാതാവുകയായിരുന്നു. RSS അനുഭാവിയായ ബിജുവിനെ ആശുപത്രിയിലെ CPM സംഘടനയിലുള്ളവർ മാനസികമായി തളർത്തിയിരുന്നതായും തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നതായും ഭാര്യ ശാലിനി പറയുന്നു. മരണത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് വാർഡ് മെമ്പർ ജയകുമാറും നാട്ടുകാരും പറയുന്നു. ഒരു സാധാരണ രീതിയിൽ ഒരു മനുഷ്യൻ മരിക്കുന്നതിന് എന്തെങ്കിലും കാരണം അല്ലെങ്കിൽ കുടുംബപരമായിട്ടുള്ള വിഷയങ്ങളായിരിക്കണം, അല്ലെങ്കിൽ കുട്ടികൾപരമായിട്ടുള്ള വിഷയമായിരിക്കണം, അല്ലെങ്കിൽ സാമൂഹികപരമായിട്ടുള്ള വിഷയമായിരിക്കണം. അങ്ങനെ ഒരു വിഷയവുമില്ലാതെ ഒരു വ്യക്തി എങ്ങനെ ആത്മഹത്യ ചെയ്യുന്നത്? അപ്പോൾ ആത്മഹത്യ ചെയ്യണമെന്നെങ്കിൽ അദ്ദേഹത്തിന് മാനസികപരമായിട്ടുള്ള അത്രത്തോളം വിഷമം അദ്ദേഹത്തിനുള്ളത് കൊണ്ട് അത് താങ്ങാതെ അദ്ദേഹം ജീവൻ പൊലിഞ്ഞു പോയി. ജോലി സ്ഥലത്തുള്ള മറ്റു ജീവനക്കാരുടെ ഹറാസ്മെന്റ് ആണെന്നാണ്. പക്ഷെ അത് വളരെ ദിവസം കൊണ്ട് കൂടി വരികയാണ്. വോളണ്ടറി റിട്ടയർമെന്റ് വരെ എടുത്താൽ കൊള്ളാമെന്ന് ഭാര്യയും ഭർത്താവുമായിട്ട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ലീവ് എടുത്ത് വീട്ടിലിരിക്കാം എന്നും പറഞ്ഞിട്ടുണ്ട്. ബിജുകുമാറിന്റെ ഭാര്യ ശാലിനിയും മെഡിക്കൽ കോളേജിലെ നഴ്സാണ്. തിങ്കളാഴ്ച രാവിലെ സ്റ്റാച്യു പുളിമൂട് ഭാഗത്ത് വെച്ചാണ് ബിജുകുമാറിനെ കാണാതായത്. ബിജുകുമാറും ഭാര്യയും ഷോപ്പിംഗ് നടത്തുന്നതിനിടയിൽ ഭർത്താവിനെ കാണാതായെന്നാണ് ശാലിനി പോലീസിന് നൽകിയ മൊഴി. ഏറെ വൈകിയും ബിജുവിനെ കാണാതായതിനെ തുടർന്ന് ശാലിനി മലയൻകീഴ് സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നു. സംസ്കാരം ഇന്നലെ വൈകിട്ട് തൈക്കാട് ശാന്തി കവാടത്തിൽ നടത്തി. ജനം, തിരുവനന്തപുരം.